രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലം പുറത്തു വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പുകൾ പോലും പൂർത്തിയായിട്ടില്ലെങ്കിലും ആരും വോട്ട് ചെയ്തില്ലെങ്കിലും ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ ജയിച്ചു. ദലാലിന് ജയിക്കാൻ ഒറ്റ വോട്ട് വേണ്ട. കാരണം അയാൾ ആ മണ്ഡലത്തിൽ ഒറ്റയ്ക്കാണ് മത്സരിക്കാൻ വന്നത്. മോൺസ്റ്റർ. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോയതാണ് ദലാലിന് അനായാസ വിജയമുണ്ടാക്കിയത്. അപ്പോൾ കോൺഗ്രസും BJPയും മാത്രമേ അവിടെ മത്സരിക്കാനുണ്ടായിരുന്നുള്ളൂ എന്ന സംശയം ആർക്കും തോന്നാം. അല്ല, മറ്റ് 8 പേര് കൂടി ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ പത്രിക തള്ളിപ്പോയപ്പോൾ മത്സരിക്കാൻ മൂടുപോയ 8 പേരും ഒറ്റയടിക്ക് പത്രിക പിൻവലിച്ചു. ഒരാൾക്ക് അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്വം ഓർമ്മ വന്നു. ഒരാൾ അന്നേ ദിവസം ഡിപ്രഷനിലായി. മറ്റൊരാൾ ട്രാഫിക് ബ്ലോക്ക് പ്രശ്നത്തിന് അതിവേഗം പരിഹാരമായെന്ന് പറഞ്ഞ് സന്തോഷിച്ച് പത്രിക പിൻവലിച്ചു. ഒരേ ദിവസം പത്രിക പിൻവലിക്കാനും പ്രാർത്ഥിക്കാനും ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ എന്നാണല്ലോ. രാജ്യത്തെ 73 വർഷത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് സൂറത്ത് ലോക്സഭാ സീറ്റിലേക്ക് ഇത്തവണ വോട്ടെടുപ്പ് നടക്കാതിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 21-നാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ മുകേഷ് ദലാലിനെ വിജയിയായി പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുംഭാനിയുടെയും ഡമ്മി സ്ഥാനാർത്ഥി സുരേഷ് പൽസതയുടെയും പത്രികകൾ പിന്തുണച്ചവരുടെ ഒപ്പ് വ്യാജമാണെന്ന് ചൂണ്ടിക്കാട്ടി പത്രിക തള്ളിയതിന് പിന്നാലെയാണ് മുകേഷിനെ വിജയിയായി പ്രഖ്യാപിച്ചത്. നിലേഷ് കുംഭാരയുടെ പത്രികയിൽ ഉണ്ടായിരുന്ന ഒപ്പുകളിൽ ആദ്യത്തേത് അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനായ ജഗദീഷ് സവാലിയുടെ ആയിരുന്നു. രണ്ടാമത്തെ ഒപ്പ് അദ്ദേഹത്തിന്റെ മരുമകൻ ധ്രുവ് ധമേലിയ, മൂന്നാമത്തെ ഒപ്പ് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായ രമേശ് പൊലോറയുടേതുമായിരുന്നു. സുരേഷ് പൽസതയുടെ പത്രികയിൽ ഒപ്പിട്ട അദ്ദേഹത്തിന്റെ മരുമകൻ ഭൗതിക കൊലടിയെയും തന്റെ ഒപ്പ് വ്യാജമാണെന്ന് സത്യവാങ്മൂലം നൽകിയതാണ് പത്രിക തള്ളാൻ കാരണം. സൂറത്തിൽ കഥ ഇവിടം കൊണ്ടും അവസാനിച്ചില്ല. 2 കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പത്രികകൾ തള്ളിയപ്പോൾ മത്സര രംഗത്ത് അവശേഷിച്ചിരുന്നത് BJP സ്ഥാനാർത്ഥി അടക്കം 9 പേരായിരുന്നു. ഇതിൽ 4 പേർ സ്വതന്ത്രരും ഒരാൾ BSP സ്ഥാനാർത്ഥിയും മറ്റു 3 പ്രാദേശിക കക്ഷി സ്ഥാനാർത്ഥികളും പിന്നെ BJP സ്ഥാനാർത്ഥിയുമായിരുന്നു ഉണ്ടായിരുന്നത്. BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ ഒഴികെ മറ്റ് 8 സ്ഥാനാർത്ഥികളും ഏപ്രിൽ 22-ന് തങ്ങളുടെ പത്രികകൾ പിൻവലിക്കുകയായിരുന്നു. പത്രികകൾ പിൻവലിക്കാൻ സ്ഥാനാർത്ഥികൾ പറയുന്ന കാരണങ്ങൾ വളരെ വിചിത്രമെന്ന് തോന്നാവുന്ന തരത്തിലാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയ കിഷോർ ദയാനി എന്ന സ്റ്റോക്ക് ബ്രോക്കർ ഏപ്രിൽ 21-ന് തന്നെ വന്ന് കണ്ട BJPയുമായി ബന്ധമുള്ള ഒരാൾ പത്രിക പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് വെളിപ്പെടുത്തിയത്. സൂറത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കാനാണ് താൻ മത്സരിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ തിങ്കളാഴ്ച തന്നെ വന്നു കണ്ട BJP ബന്ധമുള്ള പ്രശസ്തനായ വ്യക്തി ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ BJPയുടെ പക്കൽ മെട്രോ പോലെ കൃത്യമായ പദ്ധതിയുണ്ടെന്ന് പറയുകയും മത്സരിക്കേണ്ടതില്ലെന്ന് അറിയിക്കുകയുമായിരുന്നു. കോൺഗ്രസ് നേതാവായ മറ്റൊരാൾ വന്ന് തന്നോട് മത്സരിക്കണം, പത്രിക പിൻവലിക്കരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതേക്കുറിച്ച് വിശദമായി ആലോചിച്ച ശേഷമാണ് താൻ പത്രിക പിൻവലിക്കാൻ തീരുമാനിച്ചതെന്നും കിഷോർ ദയാനി വാർത്താമാധ്യമമായ സ്ക്രോളിനോട് പറഞ്ഞിട്ടുണ്ട്. തന്നെ വന്ന് കണ്ട നേതാക്കളുടെ പേരുകൾ ഇദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. ഗ്ലോബൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായാണ് ജയേഷ് മേവത പത്രിക നൽകിയത്. കോൺഗ്രസ് മത്സര രംഗത്തില്ലാത്തതിനാലാണ് താൻ പത്രിക പിൻവലിച്ചതെന്ന് ഇദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ഇല്ലാതെ എന്ത് മത്സരം എന്ന് കരുതി അദ്ദേഹത്തിന്റെ ആ ത്രില്ലങ്ങ് പോയി. ഈ രാജ്യത്തിന്റെ ദയനീയ സ്ഥിതി മാറ്റണമെന്നായിരുന്നു തന്റെ ആഗ്രഹം. കോൺഗ്രസ് പോലും മത്സരിക്കുന്നില്ലെങ്കിൽ പിന്നെ അതിനുവേണ്ടി താൻ എന്തിനു മത്സരിക്കണം? പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രാജ്യത്തെ മാറ്റിയെടുക്കാൻ അനുവദിക്കുന്നതാണ് ഉചിതം എന്ന് എനിക്ക് തോന്നി. ഇതായിരുന്നു സ്ക്രോളിനോട് ജയേഷിന്റെ പ്രതികരണം. കോൺഗ്രസോ പോയി, ഇനി BJP എന്തെങ്കിലും ആവട്ടെ, ബാക്കി മോദി നോക്കിക്കോളും, നമ്മളില്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം കളമൊഴിഞ്ഞു. മണ്ഡലത്തിൽ പത്രിക നൽകിയ മറ്റൊരാൾ അജിത് സിംഗ് ഹുമ്മത്ത് താൻ അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുമായി ബന്ധമുള്ളയാളാണ് എന്നാണ് പരിചയപ്പെടുത്തുന്നത്. പത്രിക പിൻവലിക്കാനുള്ള തന്റെ തീരുമാനത്തിന് BJPയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന്റെ ആശയത്തിനെതിരായിട്ടായിരുന്നു തന്റെ മത്സരമെന്നും അവർ മത്സര രംഗത്തില്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണ് താൻ പത്രിക പിൻവലിച്ചതെന്നുമാണ് ഇതേക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. ഭാരത് പ്രജാപതിയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയ മറ്റൊരാൾ. താൻ വിഷാദ രോഗിയായി മാറിയെന്നും അതിനാലാണ് പത്രിക പിൻവലിച്ചത് എന്നുമാണ് ഇദ്ദേഹത്തിന്റെ മറുപടി. സൂറത്തിൽ വസ്ത്രവ്യാപാരിയായ രമേശ് ഭരയ്യ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നൽകിയ പത്രിക പിൻവലിച്ചത് തന്റെ 90 വയസ്സ് പ്രായമുള്ള അമ്മ വീണ് പരിക്കേറ്റതിനാലാണെന്ന് പറയുന്നു. അമ്മയെ പരിചരിക്കാനായി താൻ ഗ്രാമത്തിലേക്ക് പോവുകയാണെന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അലഹബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലോക് പാർട്ടിക്ക് മണ്ഡലത്തിലുണ്ടായിരുന്ന സ്ഥാനാർത്ഥിയായിരുന്നു സോഹൽ ഷെയ്ഖ്. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സർദാർ വല്ലഭായ് പട്ടേൽ പാർട്ടിയുടെ അബ്ദുൾ ഹമീദ് ഖാനും പത്രിക നൽകിയിരുന്നു. എന്നാൽ ഇവർ 2 പേരും തങ്ങളുടെ പത്രികകൾ പിൻവലിക്കാനുണ്ടായ സാഹചര്യം വിശദീകരിച്ചിട്ടില്ല. മുൻ IAS ഓഫീസറായ വിജയ് ശങ്കർ പാണ്ഡെയാണ് ലോക് പാർട്ടിയുടെ സ്ഥാപകൻ. പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ടിക്കറ്റ് നൽകിയെങ്കിലും സോഹൽ ഷെയ്ഖിന് ഇക്കാര്യത്തിൽ വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് വിജയ് ശങ്കർ പാണ്ഡെ പറയുന്നു.
കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രികകൾ തള്ളിയപ്പോൾ തന്നെ മികച്ചൊരു അവസരമാണ് കൈവന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കി താൻ സോഹൽ ഷെയ്ഖിനെ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. സൂറത്തിലുണ്ടായിരുന്ന പാർട്ടി അഭിഭാഷകനും അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചത് സ്വന്തം തീരുമാനപ്രകാരമാണ്. പാർട്ടിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. അവസരവാദ രാഷ്ട്രീയമാണിതെന്നും തങ്ങളെ ആകെ ഇരുട്ടിൽ നിർത്തുകയാണ് സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചതിലൂടെ ചെയ്തതെന്നും രാജ്യത്തെ രാഷ്ട്രീയ രംഗത്തിന്റെ പരിതാപകരമായ സ്ഥിതിയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കപ്പെട്ട മറ്റൊരാളും കൂട്ടത്തിലുണ്ടായിരുന്നു. സാക്ഷാൽ നിലേഷ് കുംഭാനി. ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ കൈകാര്യം ചെയ്യുന്ന കുബേര പബ്ലിസിറ്റി എന്ന സ്ഥാപനത്തിലെ ആളുകൾ പോലും നിലേഷ് കുംഭാനിയെ 3 ദിവസമായി ബന്ധപ്പെടാനായില്ലെന്ന് പറഞ്ഞു. എന്നാൽ കുംഭാനി മാത്രമല്ല, അദ്ദേഹത്തിന്റെ പത്രികയിലുള്ളത് തന്റെ വ്യാജൊപ്പാണെന്ന് പരാതി ഉന്നയിച്ച കുംഭാനിയുടെ ഉറ്റ സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായ രമേശ് പൊലോറയും സംഭവത്തിന് പിന്നാലെ അപ്രത്യക്ഷമായി. രമേശ് എവിടെയാണെന്ന് വീട്ടുകാർക്ക് പോലും കൃത്യമായിട്ട് അറിയില്ല. കുംഭാനിയുമായി വളരെ കാലത്തെ ബന്ധമാണ് രമേശിനുള്ളതെന്നും എന്നാൽ അദ്ദേഹം എവിടെയാണെന്നോ എന്ത് ചെയ്യുകയാണെന്നോ തങ്ങൾക്ക് അറിയില്ലെന്നുമാണ് രമേശിന്റെ ബന്ധു ധർമ്മേഷ് പൊലോറ പ്രതികരിച്ചത്. സ്ഥാനാർത്ഥി ഇല്ലാതായി BJP ജയം ഉറപ്പിക്കുന്ന സ്ഥിതിയായപ്പോൾ നിലേഷ് കുംഭാനിയുടെ വീടിന് മുന്നിൽ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ കൂട്ടമായി എത്തി പ്രതിഷേധിച്ചിരുന്നു. BJPയിലേക്ക് പോകാനുള്ള ശ്രമമാണ് പത്രിക പ്രശ്നമെന്ന് ആരോപിച്ചായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം. എല്ലാവരും കുംഭാനിയെ തേടുമ്പോൾ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അതിനുള്ള ഉത്തരം കണ്ടെത്തി. കുംഭാനി ഗോവയിൽ ട്രിപ്പിലാണ്. സൂറത്തിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ മുൻ കോൺഗ്രസ് നേതാവായിരുന്ന പ്രഫുൽ തൊഗാഡിയെ ഉദ്ധരിച്ചാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട്. BJPയുമായി ഒത്തുതീർപ്പിൽ എത്തിയ ശേഷം മാത്രമേ കുംഭാനി മടങ്ങി വരൂവെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സൂറത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ മുൻ അംഗമായ കുംഭാനി 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സൂറത്ത് ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന കംറേജ് നിയമസഭാ സീറ്റിൽ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത പുതിയ അധ്യായമാണ് സൂറത്ത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുതിവെക്കുന്നത്. ജനാധിപത്യവും ഭരണഘടനയും വെല്ലുവിളിക്കപ്പെടുന്ന കാലമെന്ന് പ്രതിപക്ഷം മുറവിളി കൂട്ടുമ്പോഴാണ് സ്വന്തം പാളയത്തിൽ തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്.